ഹായ്, ബിഗ് ബോസ് സീസൺ 7 വിജയിയെ തീരുമാനിക്കാനുള്ള ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വമ്പൻ വോട്ടാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആരൊക്കെയാണ് പുറത്തു പോവാൻ സാധ്യത, അതുപോലെ തന്നെ അൺഒഫീഷ്യൽ പോളിൽ ഏറ്റവും മുന്നിലാരാണ്, ഏറ്റവും പുറകിലാരാണ്, വിജയിക്കാൻ സാധ്യത ആർക്കൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ലൈക്ക്, ഷെയർ, കമൻസ്, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. 7 പേർ: അനുമോൾ, ഷാനവാസ്, അനീഷ്, അക്ബർ, നെവിൻ, ആദില, നൂറ. ഇവരാണ് ആ 7 പേർ. ഇവിടെ ഒന്നാം സ്ഥാനം അൺഒഫീഷ്യൽ പോളിൽ അനുമോൾക്ക് തന്നെയാണ്. വമ്പൻ മുന്നേറ്റമാണ് അനുമോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള എല്ലാവരെക്കാളും മികച്ച രീതിയിൽ അനുമോൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഹൗസിനകത്ത് അനുമോൾ വലിയ ചർച്ചയാണ്, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ നമ്പർ 1 അനുമോൾ. 2ാം സ്ഥാനത്ത് അനീഷാണ്. പക്ഷെ അനീഷിന് പഴയതുപോലുള്ള വോട്ട് വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം. എന്നിരുന്നാലും 2ാം സ്ഥാനം അനീഷ് തന്നെയാണ്. മികച്ച രീതിയിൽ അനീഷ് മുന്നോട്ട് പോകുന്നു. 3ാം സ്ഥാനം ഷാനവാസ് തന്നെയാണ്. ഷാനവാസും അനീഷും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച മുന്നേറ്റം ഷാനവാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതു സമയത്തും അനീഷിനെ തകർക്കാൻ ഷാനവാസിനാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വോട്ട് നില സൂചിപ്പിക്കുന്നത്. വലിയ മുന്നേറ്റം ഷാനവാസ് കാഴ്ചവെക്കുന്നു. ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. 4ാം സ്ഥാനത്ത് നൂറയാണ്. നൂറയ്ക്ക് മികച്ച രീതിയിൽ വോട്ട് വരുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു. പക്ഷെ മറ്റു 3 പേരെ അപേക്ഷിച്ച് കുറച്ച് വോട്ട് കുറവാണ്. പക്ഷെ നൂറയ്ക്ക് അത്യാവശ്യം വോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 4ാം സ്ഥാനത്ത് നൂറ തന്നെയാണ്. 5ാം സ്ഥാനം അവിടെ നെവിനാണ്. നെവിനും മികച്ച രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ട്. മുൻപെല്ലാം വലിയ രീതിയിൽ മുന്നേറാൻ പറ്റാതിരുന്ന നെവിൻ ഇപ്പോൾ മികച്ച രീതിയിൽ വോട്ട് പിടിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് 6ാം സ്ഥാനത്തിലേക്ക് അക്ബർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അക്ബറിന് കാര്യമായിട്ട് ഇപ്പോൾ വോട്ട് വരുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. 6ാം സ്ഥാനത്താണ് അക്ബർ ഉള്ളത്. ഏറ്റവും അവസാനം അവിടെ ആദിലയാണ്. ആദിലയ്ക്ക് വളരെ വോട്ട് കുറവാണ്. ഏറ്റവും അവസാന സ്ഥാനത്ത് ഇപ്പോൾ ആദില തന്നെയാണ്. മിഡ് വീക്ക് എവിക്ഷനിലൂടെ 2 പേർ പുറത്തു പോകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഒരാൾ പുറത്തു പോകും. ശനിയാഴ്ച ദിവസം വേറൊരാൾ കൂടി പുറത്തു പോകും. ഇത് അക്ബറും ആദിലയും ആവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് അൺഒഫീഷ്യൽ പോൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ അക്ബർ പുറത്തായി കഴിഞ്ഞാൽ നെവിന് വളരെ ശക്തമായി മുന്നോട്ട് വരാം എന്നുള്ളത് എടുത്തു പറയുന്നു. ആദില പുറത്തായി കഴിഞ്ഞാൽ നൂറയ്ക്കും നല്ല രീതിയിൽ വോട്ട് കയറും. അങ്ങനെ ഒരു കളി കൂടി ഇതിന്റെ അകത്തുണ്ട്. പക്ഷെ എന്നാലും അനുമോൾ, ഷാനവാസ്, അനീഷ് ഇവരെ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ 3 പേർ: അനുമോൾ, അനീഷ്, ഷാനവാസ്. ഇവർ തമ്മിൽ കനത്ത മത്സരമാണ്. അവസാന ദിവസത്തേക്ക് എത്തുമ്പോഴേക്കും ആരായിരിക്കും മുന്നിൽ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഏറ്റവും മുന്നിൽ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ? എന്തായാലും കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.